ഓം ഹരി ഓം നമഃ ശിവായ. സനാതന സാരഥികൾക്ക് ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സുസ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കുടുംബക്ഷേത്രം നാശം വന്നത് മൂലം ഒരു ഗതി പരഗതിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേര് വിളിക്കേണ്ടായി. അതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ള ചോദ്യം പല പല ആചാര്യന്മാരൊക്കെ പറഞ്ഞത് പ്രകാരം അവർ ചെയ്തു നോക്കി, എന്നിട്ടും ഒരു മാറ്റങ്ങളില്ല എന്ന് പറയേണ്ടായി. അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന, അതായത് ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു, എല്ലാവർക്കും അത്തരത്തിലൊരു താവഴി ഉണ്ടായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ മതം മാറിപ്പോയതുകൊണ്ടൊന്നും അവിടെ ഒരു കാര്യവും നടക്കില്ല. ആ ഒരു താവഴി നാശം വന്നാൽ തീർച്ചയായും അവിടെ രോഗദുരിതങ്ങൾ വരിക, കടങ്ങൾ വന്നു കയറുക, സ്വസ്ഥത സമാധാനം തന്നെ ഇല്ലാതെയാവും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കുടുംബക്ഷേത്രത്തിൻ്റെ ദോഷമാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹങ്ങൾ കഴിയാതെ വരിക, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി പോവും, കല്യാണം കഴിഞ്ഞ് പോവും. അത് അവർ കഴിഞ്ഞു പോകുന്ന ആ വീട്ടിലും കുടുംബക്ഷേത്രം ഉണ്ടാവില്ല. അപ്പോൾ ആ രണ്ട് ദുരിതങ്ങൾ ഒരുമിച്ച് വലിയൊരു ദുരിതത്തിലേക്കായിരിക്കും പെൺകുട്ടികളുടെ കയ്യിൽ യാത്രയുണ്ടാവും. തറവാട്ടിലാണെങ്കിൽ കടുംപ്രതി മരങ്ങൾ, ജ്യേഷ്ഠൻ അനുജന്മാരായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ ഈ കുടുംബക്ഷേത്രത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് ചിന്തിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് വീട്ടിൽ ഒരു 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി അതിൽ ഗുരുവിനെ സങ്കല്പിക്കുക. ഹിന്ദു ജനങ്ങൾ, ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും കാര്യം ഞാൻ ഹിന്ദു എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും മറ്റൊരാളെ അംഗീകരിക്കൽ വളരെ വിരളായിരിക്കും. ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഗുരുവാണ് സർവസ്വം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വാമിമാരെ നിഷേധിക്കുക, പരിഹസിക്കുക എന്നുള്ളൊരു സമ്പ്രദായം, ഗുരുവിനെ പരിഹസിക്കുക എന്നൊരു സമ്പ്രദായം ഇവിടെയുണ്ട്. ക്ഷമിക്കണം. അത് മുൻകാലങ്ങളിൽ അത്തരത്തിലുള്ള ഗുരുക്കന്മാരും ഉണ്ടായിട്ടുമുണ്ട്, ഇല്ല എന്നും കൂടി പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി മറ്റുള്ള വിവിധ പാർട്ടിക്കാർ, രാഷ്ട്രീയ പാർട്ടിക്കാർ അത് മുതലെടുത്തത്. പക്ഷെ നമ്മൾ പുരാണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഗുരുവില്ലാത്ത സമയത്താണ് ദേവേന്ദ്രൻ പോലും യുദ്ധങ്ങൾ തോറ്റത്. ആ ഗുരുവിൻ്റെ അഭാവമാണ് ഇന്ന് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക തറവാടുകളിലും സംഭവിക്കുന്നത്. ഗുരുവിനെ അംഗീകരിക്കില്ല അവർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയാണ് അച്ഛനെ കാണിച്ചു തരുന്നത്, അച്ഛനാണ് ഗുരുകുലത്തിൽ ചേർക്കുന്നത്, ഗുരുവിനെ കാണിച്ചു തരുന്നത്, ഗുരുവാണ് ഈശ്വരനിലേക്ക് വഴി നടത്തുന്നത്. ആ ഗുരുവിന് പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും. ആ ഗുരുവിന് പ്രാധാന്യം കൊടുത്താൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ പ്രകൃതിയാകുന്ന ശക്തി, ആ സൂര്യഭഗവാനാണെങ്കിൽ ഏത് ശക്തി ആയിക്കോട്ടെ, ആ എനർജി തുല്യമായി എല്ലാവർക്കും കൊടുക്കുന്നു. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, ജൈനൻ, ബുദ്ധൻ എന്ന് വേണ്ട എല്ലാവർക്കും തുല്യമായിട്ടാണ് പ്രകാശം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ, ദൈവന്മാരെ നമ്മൾ പൂജിക്കേണ്ട, അവരെ ആരാധിച്ചില്ലെങ്കിൽ ഇപ്പം ഇത്രയേ സംഭവമുള്ളൂ. പക്ഷെ ഗുരുക്കന്മാരെ
നമ്മൾ ആരാധിക്കാൻ പഠിക്കണം. ശാപങ്ങളിൽ ഏറ്റവും കാഠിന്യമേറിയ ശാപമാണ് ഗുരുശാപം. ആ ഗുരുശാപം ഇന്ന് ഒട്ടുമിക്ക ക്ഷേത്ര സംബന്ധിയായിട്ടും കുടുംബക്ഷേത്ര മുത്തപ്പനായിട്ടും അങ്ങനെയുള്ള ആ മുത്തപ്പന ഒരു ഗുരു തന്നെയാണ്. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിലൂടെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി നമ്മൾക്ക് വന്നു ചേരും. പറഞ്ഞു വന്നത് മറ്റൊന്നല്ല, ഗുരുവാണ് സർവസ്വം. ഗുരുവിന് മരണമില്ല. നമ്മൾ അറിഞ്ഞിട്ടുമല്ല ഈ ജാതിയിലും ഈ മതത്തിലൊക്കെ വന്ന് ജനിച്ചത്, ഈ രാജ്യത്തും വന്ന് ജനിച്ചത്. അതൊരു കർമ്മയോഗം കൂടിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഏത് കുലത്തിലാണോ ജനിച്ചത് ആ കുലത്തിൻ്റെ സമ്പ്രദായങ്ങൾ നമ്മൾ കൊണ്ടു നടക്കണം. ഇത് ഞാനല്ലല്ലോ കൊണ്ടു നടന്ന, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അത് നമ്മളതിന് കമ്മിറ്റ്മെൻ്റ് ആവണം, നമ്മളതിന് അർഹനാണ്. അല്ലാതെ നമ്മൾ ആ കുലത്തിൽ വന്ന് ജനിക്കില്ല എന്നുള്ള ബോധ്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കടങ്ങളായാലും നമ്മുടെ വീട്ടിലെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തീരുള്ളൂ, അല്ലാതെ തീരില്ല. ധർമ്മദൈവം പ്രസാദിപ്പു കുളിർപ്പു തറവാടുകൾ എന്നാണ് അതിൻ്റെ പഴമൊഴി പറയാം. കുടുംബക്ഷേത്രങ്ങൾ പ്രസാദിച്ചാൽ മാത്രമേ തറവാടുകളൊക്കെ കുളിർക്കൂ. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പോയാലൊന്നും ഒരാളും ഇന്ന് വരെ ഗതി പിടിച്ചിട്ടില്ല. അപ്പോൾ ആ കുടുംബക്ഷേത്രം ഉള്ളവരാണെങ്കിൽ അതിനെ വേണ്ടുന്ന രീതിയിൽ പരിപാലിച്ചു കൊണ്ടു നടക്കുക. നമ്മുടെ മൺമറിഞ്ഞു പോയി അച്ഛനോ അമ്മയാണെന്നൊക്കെ സങ്കല്പിച്ചാലും നമ്മൾക്ക് ആ സ്നേഹം ആ കുടുംബക്ഷേത്രത്തിനോട് വരും. അല്ലാതെ മറ്റൊരു ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും അത് എൻ്റെ അച്ഛനാണ് അമ്മയാണെന്ന സങ്കല്പത്തിൽ നമ്മൾ അതിനെ പരിപാലിച്ചാൽ, അതൊരു സൂത്ര ചിന്തയായിട്ട് കണക്കാക്കിയാലും നമുക്ക് ഗുണങ്ങൾ വരും. ഇനി കുടുംബക്ഷേത്രം ഇല്ലാത്തൊരാളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി, കുറേ വിളക്കുകളൊന്നും കൊളുത്തണ്ട, ഓരോ ദേവൻ്റെ മുന്നിലും ഓരോ വിളക്ക് കൊളുത്തണ്ട, ഒരൊറ്റ വിളക്ക് കൊളുത്തേണ്ടു. അത് മനസ്സോടുകൂടി നല്ല ഇഷ്ടത്തോടുകൂടി. ഇത്രയും പെരുത്ത് വിളക്കൊക്കെ കൊളുത്തണ്ടേ, തുടയ്ക്കണ്ടേ, വിളക്ക് കഴുകണ്ടേ എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ ആ ഒരൊറ്റ വിളക്ക് പരിപാലിച്ച് അത് ഗുരുവായിട്ട് സമർപ്പിക്കണം. ആ ഗുരുവിൽ നിന്ന് വരുന്ന ആ 5 തിരിയിട്ട് വരുന്ന പ്രകാശം മതി ആ പൂജാമുറിയിൽ. ഒരുപാട് വിളക്ക് കൊളുത്തണ്ടെന്നർത്ഥം. അതിനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക. നമ്മൾക്ക് ഏത് ഉപാസനയാണോ എടുക്കുന്നത് ആ ഉപാസനാ ദേവനായിട്ട് ആ ഗുരുവിനെ സങ്കല്പിക്കുക. അത് മാറും. ഇപ്പോൾ ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിയായിട്ട് ആ വിളക്കിനെ പൂജിക്കുക. ഇപ്പോൾ ശിവനാണെങ്കിലും ഏതു ദേവീദേവന്മാരായിക്കോട്ടെ അതിനൊക്കെ ആ വിളക്കിലേക്ക് സങ്കല്പം ചെയ്യുക. അത് ഗുരുശാപങ്ങൾ തീർന്നാൽ മാത്രമേ നമ്മളുടെ കടങ്ങളും ഒക്കെ തീരുള്ളൂ. അതിന് പരിഹാരം എന്നോണം 5 തിരിയിട്ട വിളക്ക് നിത്യം കൊളുത്തുക. അതിൻ്റെ പിന്നിലായിട്ടാണ് ധർമ്മദൈവകോപത്തിന് പരിഹാരം എന്ന രീതിയിൽ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കലശക്കുടം, ഒരു ചെമ്പിൻ്റെ കലശക്കുടം, സ്റ്റീലിൻ്റെ ഒക്കെ ആവാം, അലുമിനിയം ആവാൻ പാടില്ല, അല്ലെങ്കിൽ മണ്ണിൻ്റെ ആവാം. ആ മണ്ണിൻ്റെ കലശക്കുടത്തിൽ നിറച്ച് വെള്ളമെടുത്ത് അതിൽ അരി നെല്ലൊക്കെ ഇട്ട് ഒരു കോയിനും ദേവിയാണ് നമ്മുടെ കുടുംബ പരദേവത സങ്കല്പിച്ച് ആ ഒരു കോയിനും അതിലേക്ക് ഇടണം. എന്നിട്ട് അതിലേക്ക് ആലില മാവില ഇറക്കി വയ്ക്കുക, തുമ്പ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ. അതിന് മീതെ ഒരു നാളികേരവും വയ്ക്കുക. ആ നാളികേരത്തിന് മീതെ പട്ട് ചാർത്തുക, ഒരു ചുവന്ന പട്ട് ചാർത്തി പുഷ്പങ്ങൾ അർച്ചിക്കുക. ഇത് നമ്മുടെ കുടുംബ പരദേവതയായിരിക്കുന്ന ദേവിയാണെന്ന് സങ്കല്പിക്കുക. ഭദ്രകാളിയാണെന്നോ അല്ലെങ്കിൽ ദുർഗയാണെന്നോ ഏതോ ആണെന്നോ നമ്മൾക്കറിയില്ല. അപ്പം ആ കുടുംബ പരദേവതയോടൊപ്പം നിൽക്കുന്ന സകല ദേവീ ചൈതന്യങ്ങളും
ഈ ഒറ്റ കർമ്മത്തിൽ പ്രസാദിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന നിത്യം അവിടെ ചെയ്യണം. ഈ പുഷ്പങ്ങളൊക്കെ നിത്യം മാറ്റി എടുക്കണം. ഇപ്രകാരം എല്ലാ മാസത്തിലും ചെയ്തു പോരുക. അടുത്ത മാസമാകുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തൊക്കെ തളിക്കുക, ആലില മാവില കളയുക. നാളികേരത്തിൽ വെള്ളമുണ്ടെങ്കിൽ വീണ്ടും അതന്നെ വയ്ക്കാം, വെള്ളമില്ലെങ്കിൽ വേറൊരു നാളികേരം വെച്ച് ഇതേപോലെ ആരാധിച്ചു പോരുക. ഞങ്ങളുടെ കുടുംബ പരദേവതാമാരെ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിട്ടുള്ള അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് തന്ന് എന്നുള്ള വാക്കുകൂടെ പറയണം. മാപ്പ് തന്ന് ഞങ്ങൾക്കൊരു നീർഗതി തരണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഉപാസന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഉപാസന ബലപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് ബലം കൂടുന്നതായിരിക്കും. ഇപ്പം ചിലരൊക്കെ ചോദിച്ചിട്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് ഫലമില്ല സ്വാമി എന്ന് പറയാണ്ടായി. അത് ഈ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കുടുംബക്ഷേത്രം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ കുടുംബക്ഷേത്രത്തിൻ്റെ ദോഷങ്ങൾ മുഖേനമാണ് നമ്മൾ എന്തൊരു കർമ്മങ്ങളായിക്കോട്ടെ, പൂജകളായിക്കോട്ടെ, ധ്യാനങ്ങളായിക്കോട്ടെ, ജപങ്ങളായിക്കോട്ടെ, അതൊന്നും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത്. അതിന് പരിഹാരമാണ് ഈ 5 തിരിയിട്ട ഗുരുവിളക്കും. ഇനിയിപ്പോൾ 5 തിരിയിടാൻ എണ്ണ വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, അത്രയും പൈസ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും ഒരു തിരിയിട്ട് കൊളുത്തി അതിന് പിന്നിലായി ഭഗവതി സങ്കല്പത്തിൽ ഒരു ഇലയിൽ അരിയും നെല്ലിട്ട് അതിന് മീതെ ഈ കലശക്കുടം വെച്ച് ആ കലശത്തിൽ നിറയെ വെള്ളമൊഴിച്ച് ആ കലശക്കുടത്തിൽ അരിയും നെല്ലും കുറച്ചേശം ഓരോ തുള്ളി ഒരു 3 വിരൽ കൊണ്ട് കിട്ടുന്നത്ര ഇട്ട് അതിലൊരു കോയിനും കൂടി സങ്കല്പിച്ച് ഉഴിഞ്ഞിട്ടിട്ട് അതിൽ നിറച്ച് ആലില മാവില വെച്ച് അതിന് മീതെ നാളികേരം വെച്ച് അതിൻ്റെ മീതെ പട്ട് വിരിക്കുക, ചുമന്ന പട്ട് വിരിക്കുക. എന്നിട്ടൊരു പ്രാർത്ഥന എല്ലാ മാസത്തിലും ചെയ്യണം. അത് ഞാനോ എൻ്റെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ കർമ്മ പുഷ്ടി ഞങ്ങൾക്ക് തരണേ, നമ്മൾ ജോലി ഉണ്ടാവണേ, സമ്പത്ത് സമൃദ്ധി ഉണ്ടാവണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന ചെയ്തിട്ട് അത് മാസം തോറും ഇങ്ങനെ തുടർന്നു കൊണ്ടുപോരുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. കുടുംബക്ഷേത്രത്തിലൂടെ മാത്രമേ നമുക്ക് ഐശ്വര്യപൂർത്തി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എല്ലാ മതവിഭാഗത്തിനും ഇത് കാരണമാണ്. ഇപ്പം ചിലർ ഞങ്ങൾ വേറെ മതത്തിലല്ല, ഞങ്ങൾക്കിത് ഒരിക്കലുമല്ല. അത് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു താവഴിയുണ്ട്. ആ താവഴിയുടെ ബന്ധം ഏത് മതം സ്വീകരിച്ചാലും എത്ര രാജ്യങ്ങൾ കടന്നു പോയാലും അത് നമ്മളെ പിന്തുടർന്നു തന്നെ ഇരിക്കും. ഇതാണ് കുടുംബക്ഷേത്രം നശിച്ചു പോയവർക്കുള്ള പരിഹാരമായിരിക്കുന്ന എപ്പിസോഡ്. ഇത്തരം കാര്യങ്ങളാണ്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എൻ്റെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.